വി വി രാജേഷ്, ഇപ്പോൾ ഇതിൽ പ്രതികളിൽ ഈ ചെന്നൈയിലുള്ള സ്ഥാപനം, ബാംഗ്ലൂരിലുള്ള സ്ഥാപനം കൂടി വരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സ്മാർട്ട് ക്രിയേഷൻസ് അവർ കൂടി പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. സ്മാർട്ട് ക്രിയേഷൻസുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചർച്ച നടത്തുന്നുണ്ട്, 2 തവണ മാറ്റി പറയുന്നുണ്ട് അന്വേഷണ സംഘത്തോട്. ആ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ നേരെയാക്കിയ സ്വർണം പൂശിയ പാളിയാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള പ്രതികരണം. സ്മൃതി, അതേക്കുറിച്ച് ഞാൻ പ്രതികരിക്കാം. അതിനു മുമ്പ് തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച 2 പേർ, ഒരാൾ CPM പ്രതിനിധിയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആണെന്നാണ്. മറ്റേയാൾ നിരവധി വർഷം ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നവരാണ്. ആദ്യം പറഞ്ഞ വ്യക്തി പറഞ്ഞത് പോറ്റിക്ക് മാത്രമായി ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, മറ്റു പലരും സഹായിച്ച് കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതായത് പോറ്റി തെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള പലരും സഹായിച്ചതുകൊണ്ടായിരിക്കും. അതെ, അതുകൊണ്ട് അവിടെയുള്ള പലരും സഹായിച്ചത് കൊണ്ടാണ് ഇത്രയും ഗുരുതരമായൊരു ക്രമക്കേട് കാണിക്കാൻ വേണ്ടി സാധിച്ചതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചു വന്നത്. അതിൻ്റെ ക്രക്സ് അതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങ് ഒരു കാര്യം കൂടി അദ്ദേഹം പറയണമായിരുന്നു. ഞാൻ മാവിലായിക്കാരനാണ്, ഞങ്ങൾ മാവിലായിക്കാരാണ്. അവിടെ ഇവരാരെയും നിയമിച്ചത് ഞങ്ങളല്ല, ഞങ്ങളുടെ ഗവൺമെൻറ് നിയമിച്ച ദേവസ്വം ബോർഡല്ല, ഞങ്ങളുടെ ദേവസ്വം ബോർഡ് ഗവൺമെൻറ് നിയമിച്ച ദേവസ്വം ബോർഡ് നിയമിച്ച ഉദ്യോഗസ്ഥരല്ല, അവിടെയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വേറെ ഏതോ രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വിളിക്കുമ്പോഴേക്കും അദ്ദേഹം പിന്നെ ആരാണ് സാർ നിയമിച്ചത്? അവിടെ നടത്തുന്ന ദേവസ്വം ബോർഡ് ഡയറക്ടർ ബോർഡ്, ദേവസ്വം ബോർഡിനെ നിയമിച്ചത് ആരാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയമിച്ചതാരാണ്? അവിടെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചതാരാണ്? അവിടുത്തെ വിജിലൻസിനെ നിയമിച്ചതാരാണ്? അവിടുത്തെ വിജിലൻസിന്റെ കൈ ഈ സമയത്ത് എന്താ കണ്ണുകൾ കെട്ടിയിരുന്നു? അവിടുത്തെ വിജിലൻസിന്റെ കൈകൾ എന്താ മാങ്ങ പറിക്കാൻ പോയിരുന്നു? ഇതൊക്കെ മറുപടി പറയണം. അങ്ങ് പറയുന്നത് പോലെ അവിടെ ആരൊക്കെ സഹായിച്ചത് കൊണ്ടാണ് നടന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹം പറയുകയാണ് അവിടെ കൃത്യമായ മിനിറ്റ്സ് ഉണ്ട്, അജണ്ടയുണ്ട്, ക്യാബിനറ്റ് യോഗത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ്, ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ സാർ, അപ്പം അജണ്ട വച്ച് മിനിറ്റ്സ് എഴുതി എല്ലാം കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടാണോ ഈ കള്ളം നടത്തിയത്, ഈ മോഷണം നടത്തിയത്? ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ തന്നെ പുസ്തകത്തിലുണ്ട്. പക്ഷേ ഈ പുസ്തകമൊക്കെ തന്നെ അടച്ചു വച്ചിട്ട് സകല കാര്യങ്ങളും അങ്ങ് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നത് കാലഘട്ടം എനിക്കറിയില്ല. പക്ഷേ സ്മൃതി, ഞാനൊരു കാര്യം പറയാം. 2010 മുതൽ 2013 വരെ അങ്ങ് സർവീസിലുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് നിലയ്ക്കലത്തെ ടോൾ കൊള്ളയ്ക്കെതിരെ, ടോളിൻ്റെ പേരിൽ നടക്കുന്ന ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട അഴിമതിക്കെതിരെ ഒരു 16 ദിവസം പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലും താമസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാറിൽ കിടന്ന് 16 രാത്രികളിൽ ഉറങ്ങിക്കൊണ്ട് അതിനെതിരെ സമരം നടത്തി. ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ രാഷ്ട്രീയമായി സമരപര നടത്തി ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ നിയമത്തിലൂടെ, രേഖകളിലൂടെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ശരിയാണെന്ന് കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണല്ലോ ഇടപെട്ട് ടോൾ പിരിവ് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഇന്നുവരെ അവിടെ ടോൾ നിന്നിട്ടില്ല. സാർ, ഞാൻ അവിടെ പമ്പയിലും സന്നിധാനത്തും കണ്ട ഓരോരോ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ ഇന്ന് ദേവസ്വം ബോർഡിലുള്ളവർക്കൊക്കെ തന്നെ തലയിലൂടെ മുണ്ടിട്ടുകൊണ്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ദേവസ്വം ബോർഡിനെ നിയമിച്ചു കഴിഞ്ഞാൽ ആ ബോർഡിൻ്റെ അധികാരങ്ങളിൽ ആർക്കും ഇടപെടാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കേണ്ടത്, PS പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന് പോലും PS പ്രശാന്തിന്റെ മേലൊരു കൺട്രോളുമില്ല എന്നാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത്. അതിന്റെ വശങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് അതിന്റെ ചട്ടം. അല്ല, അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്, അറിയാവുന്നതാണ്. ചട്ടം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ദേവസ്വം ബോർഡിന്റെ അതിന്റെ പവറും അതിന്റെ സ്വതന്ത്രാധികാരവും ഒക്കെ നമുക്കറിയാം അറിയാമല്ലോ. ഇപ്പോൾ സാധാരണ സ്മൃതി, എൻ്റെയും സ്മൃതിയെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരെയും പോലെ അല്ലല്ലോ സാധാരണക്കാരായ ആൾക്കാർ മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പറയുമ്പോഴേക്കും അവർ കുറേ പേരൊക്കെ അത് വിശ്വസിക്കും. ഞാൻ ചോദിക്കുന്നത്, CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായിട്ടുള്ള പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴേക്കും പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസവും രാവിലെ മുതൽ പത്മകുമാറും പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലോ ചർച്ചകളോ നടത്തി ദേവസ്വം ബോർഡിൽ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ആവശ്യമില്ല, അത് സാധിക്കില്ല എന്ന് പറഞ്ഞു വയ്ക്കരുത്. അങ്ങനെ പറഞ്ഞു വയ്ക്കരുത്. ഈ വാസു ആയിക്കോട്ടെ,
ഈ പത്മകുമാർ ആയിക്കോട്ടെ, മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആയിക്കോട്ടെ, അവരറിയാതെ ദേവസ്വം ബോർഡിൽ ഒരു ഈച്ചയും പറക്കില്ല. ഞാൻ ശബരിമലയുടെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടെ ഞാൻ ചോദിക്കട്ടെ ഡെപ്യൂട്ടി കമ്മീഷനോട്, 2010 മുതൽ 2013 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലല്ലേ വിജിലൻസ് ആ മുറി മറിച്ച് കച്ചവടം ചെയ്യുന്ന കണ്ടുപിടിച്ചത്? എന്താണ്? ഒരു ഭക്തൻ വന്ന് മുറിയെടുത്താൽ 24 മണിക്കൂറാണ്. 2-3 മണിക്കൂർ കഴിഞ്ഞ് ദർശനം കഴിഞ്ഞാൽ പലരും പോകും. അപ്പോഴേക്കും ഇത് ചെക്കൗട്ട് ചെയ്തതായിട്ട് രജിസ്റ്റർ രേഖപ്പെടുത്തില്ല. അടുത്തായി വരുന്ന ആളിന് 3-4 ഇരട്ടി രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ ഒരു ദിവസം 2500 രൂപയ്ക്ക് ഒരു വ്യക്തി ബുക്ക് ചെയ്യുന്ന റൂം 15,000-20,000 വരെ രൂപ നേടിക്കൊണ്ട് മറിച്ചു ശരി, അഴിമതിയുടെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ശ്രീ വി രാജേഷ്, ഇത് നമ്മളിപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിലേക്ക് തന്നെ വരണമെന്ന് ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ പാത്രം അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അതുമേൽ അന്വേഷണം ഉണ്ടായിട്ടുള്ളതാണ്. Debate with Smriti Parathikkad.